ഓരോ തവണയും ഈ പുലിക്കളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർ അടുത്ത പുലിക്കളിക്ക് കുറച്ചുകൂടി എങ്ങനെ വ്യത്യസ്തമാക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ സർപ്രൈസുകൾ കൊണ്ടുവരാം, അങ്ങനെ ഒരു വർഷം നീണ്ട അവരുടെ ഒരു പ്ലാനിങ് തന്നെയാണ്. ആ പ്ലാനിങ്ങുകൾക്കൊടുവിലാണ് ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയും പിന്നീട് ഈ പുലിവേഷം കെട്ടി അവർ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അത് ഒരു വർഷം ഇത് അതോടൊപ്പം തന്നെ അനുഭവത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം കഴിഞ്ഞ് ഈ ആരവമെല്ലാം ഒഴിഞ്ഞ് അവർ പോകുമ്പോൾ ഇത് അഴിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. നാളെ പുലർച്ചെ വരെ നീളുന്നതാണ് ആ ഒരു കഴുകി വേണം. എത്രമാത്രം വേദന അവർ അനുഭവിക്കുന്നു നമ്മൾ കാണുമ്പോഴുള്ള ഒരു സൗന്ദര്യമൊന്നും അല്ല ഇത് കഴുകുമ്പോഴുണ്ടാകുന്നത്. അത്രമാത്രം വേദന ഉണ്ടാവും, സമയമെടുക്കും, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതൊക്കെയാണ് ഞങ്ങളുടെ ഹരം എന്ന് പറയുന്നിടത്താണ് തൃശ്ശൂരുകാരുടെ പുലികളിയോടുള്ള ആ ഒരു താല്പര്യം ഇഷ്ടമൊക്കെ വരുന്നത്. ഈ പെൺപുലിയുമായി ആയിട്ടുള്ള രണ്ട് ചേച്ചിമാര് പറഞ്ഞതാ, കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ വന്ന് അവസാനം ഇത് കഴുകി കളയുമ്പോഴുണ്ടാകുന്ന വേദന തേച്ചൊരച്ചപ്പോ വിചാരിക്കും അടുത്ത പ്രാവശ്യം ഇനി വയ്യ, ഇനി ഈ വേദന സഹിക്കാൻ വയ്യ. പക്ഷെ ആ ദിവസങ്ങൾ ഇങ്ങ് അടുത്ത് വരുമ്പോഴേക്കും ആ വേദനയൊക്കെ മറന്ന് എത്രയും മികച്ച രീതിയിൽ പുലി കളിക്കാമെന്നാണ് അവർ അടുത്തതായിട്ട് സംസാരിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണെന്നാണ് അവർ പറയുന്നത്. അത് വലിയ രീതിയിൽ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകൂ ഇവരെ ഓരോരുത്തരെയും. എന്തൊക്കെ തൃശ്ശൂരിന്റെ സെറ്റപ്പ് ഒരു രക്ഷയില്ല, വേറെ വൈബ്. നമ്മളെന്തൊക്കെ പറയാ, ഇത് ഇവിടെ വന്ന് കാണേണ്ട കാഴ്ചയാണ്. ഇത് നമ്മള് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്തൊരു കാഴ്ച. ഇവിടെ വന്ന് ഈ വൈബ്, ഈ കാഴ്ച ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, പക്ഷെ ഇനി അടുത്ത കൊല്ലം ഇങ്ങോട്ട് വിടണോ ഒന്നും കൂടെ പറഞ്ഞു വെക്കുകയാണ് നമ്മുടെ ആളോട്. കാരണം അത്രമാത്രം രസമുള്ള കാഴ്ച. ഈ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പ്രത്യേക തരം താളം, ആ താളത്തിനൊത്ത് അരമണി കിലുക്കി അവരാ കുമ്പയൊക്കെ കുലുക്കി വരുന്ന വരവ് കണ്ട അത് ഒരു വേറെ ഭംഗി തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അത്രമേൽ രസമുള്ള ഒരു കാഴ്ച. തൃശ്ശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ വർണ്ണാഭമാകുന്നു എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ മറ്റൊരു പൂരമാണല്ലോ അനുമോദേ. തൃശ്ശൂരിന്റെ മറ്റൊരു പൂരമാണ്. മടകളിൽ ചെന്ന് അവര് ചായ ഇടുന്നത് കാണുമ്പോഴും അവരുടെ അതൊക്കെ കാണുമ്പോ ഇത്രമാത്രം ആവേശം ഉണ്ടാവുന്ന കരുതിയിരുന്നു. ഒരിക്കലും ഇല്ല. കാരണം നമ്മള് രാവിലെ വിചാരിച്ചു ഒരു പതിഞ്ഞ കാര്യത്തിൽ സാധനങ്ങൾ പോയി. നമ്മൾ കേട്ടിട്ടില്ലേ പുലി പതുങ്ങിയിരിക്കുന്നത്, അത് വെറുതെ ഇരിക്കാനല്ല, ആ കുതിപ്പാണ്, ആ പുലിയുടെ ആ കുതിപ്പാണ് നമ്മളിവിടെ കാണുന്നത്. പുലിക്കൊപ്പം ഈ നാട്ടുകാരും അവരെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ ഏറ്റവും വലിയ ഉത്സവം പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരുകാരുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ആ ഉത്സവം കാണാൻ ഇവിടെ എത്തിയ ആളുകളാണ്. ഒരു പൂഴിയിട്ടാൽ കാണാത്ത വണ്ണം അത്രമാത്രം തിക്കും തിരക്കുമാണ് ഇവിടെ. ആളുകളുടെ എനർജി തന്നെയാണ് അല്ലെ ഭവ്യ, ഇവിടെ ഈ പുലിക്കളിക്ക് എത്തുന്നവർക്കുമുള്ള ആവേശവും ഇവരുടെ ഈ കാണികളുടെ ഒരു ആവേശം തന്നെയാണ്, അവരുടെ ഒരു എനർജി തന്നെയാണ്. അത് തന്നെയാണ് നമുക്കും ഇവിടെ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. അതൊരു വല്ലാത്തൊരു ആവേശമാണ്, അതിൽ പറഞ്ഞറിയിക്കാൻ മേൽ. നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് വർണ്ണാഭമായ കാഴ്ച, വർണ്ണാഭമായ കാഴ്ച ആണ്. എനിക്ക് തോന്നുന്നു ആ വാക്കൊന്നും മതിയാവില്ല, അത്രമേൽ ഭംഗിയുള്ള കാഴ്ചയാണ്. നമ്മൾ കാട്ടിൽ നിന്ന് കാണാത്ത കുറെ പുലികളെ അടക്കം സിംഹങ്ങളുമുണ്ട്. അത് കാടാകുമ്പോ സിംഹം ഉണ്ടാകും, സ്വാഭാവികമാണ്. പുലി മാത്രമല്ല, കൂട്ടത്തിൽ വമ്പൻ ഞാൻ എന്ന് പറഞ്ഞ ഓരോ ദേശക്കാർക്കും വ്യത്യസ്തമായ പുലികളുണ്ട് ആ കൂട്ടത്തിൽ. അത് മാത്രമല്ല, ഞാൻ സീതാറാമിൽ പോയപ്പോ അവിടെ ജയനെ കണ്ടു. കാട്ടിലൊരു ജയനോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോയി. അത്തരത്തിൽ എങ്ങനെയൊക്കെ നമ്മൾ ഓരോ ദേശത്തിനെയും ജയൻ മാത്രമല്ല, അല്പസമയം മുമ്പ് അലാവുദ്ദീനും അത്ഭുത വിളക്കുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അനുഭവമായിട്ടും സംസാരിക്കുന്നത് ഈ പുലിമടയിൽ എന്തിനായ അലാവുദ്ദീന് കാര്യമുണ്ട്. അതെ, പുലിമടയിൽ പുലികൾക്ക് മാത്രമല്ല, കണ്ടോ ഞങ്ങൾ കുറച്ചു പേർക്ക് കൂടെ കാര്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കളറാക്കുകയാണ്. സംഗമത്തിന്റെ ആ മേളത്തിലേക്ക് പോകാം, അവരുടെ ചൂട് വെക്കുന്നതിന്റെ ആ ഒരു ആംബിയൻസ് അതിലേക്ക് നമുക്ക് പോവാം.
പഠിക്കൂ ഐബിസിലൂടെ. നടുവിലെത്തിയിരിക്കുന്നു. ഗണപതിക്കോവിലിൽ ഗണപതിക്ക് മുമ്പിൽ തേങ്ങയുടച്ചുകൊണ്ട് അവരുടെ സ്വരാജ് റൗണ്ടിലൂടെയുള്ള സഞ്ചാരം തുടങ്ങുകയാണ്. തൃശ്ശൂരിന്റെ സ്വരാജ് റൗണ്ടിലെ ആവേശക്കടലാക്കി തെക്കാമുക്ക് ദേശക്കാരുടെ പുലികളി സംഘം ഇതാ ഇവിടെ പൊട്ടിക്കയറാൻ പോവുകയാണ്. ആദ്യം ടാബ്ലോ, അതിന്റെ പിന്നാലെ താളത്തിൽ ചുവടുവെച്ച് തെക്കാമുക്ക് ദേശത്തിന്റെ 51 പുലികളിതാ തൃശ്ശൂർ റൗണ്ടിൽ ആവേശക്കടൽ അലയൊലികൾ തീർക്കുകയാണ്. അതിന്റെ ആവേശത്തിന്റെ കാഴ്ചകളിലേക്ക് പോകാം.